സ്കൂൾ കലോത്സവവുമായി സർക്കാർ ഡോക്ടേഴ്സ് സഹകരിക്കുന്നില്ല എന്ന വാർത്ത. കലോത്സവ വേദികളിൽ സേവനം ഉണ്ടാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഡോക്ടേഴ്സ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കത്ത് കൊടുത്തു തിരുവനന്തപുരത്ത്. ആര്യനാട് ആശുപത്രിയിലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടേഴ്സിൻ്റെ കൂട്ടായ്മ ഈ തീരുമാനവുമായി വന്നിരിക്കുന്നത്. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, കുട്ടികളുടെ ഒരു കലാമേളയ്ക്കൊക്കെ ഇത്തരം തീരുമാനമെടുക്കുന്ന ഡോക്ടർമാർക്ക് ഒരു ചികിത്സയുടെ ആവശ്യമുണ്ടല്ലോ. പറയൂ പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെയിൻ. തീർച്ചയായും, കാരണം കലോത്സവത്തിന് തിരിതെളിയാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഇത്തരത്തിൽ നെഗറ്റീവ് വാർത്തകൾ അല്ലെങ്കിൽ നമുക്ക് നിരാശ തോന്നുന്ന ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. അതാ ഈ കലോത്സവ വേദികളിൽ ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം നേരത്തെ ഈ ആര്യനാട് ഈ സ്വകാര്യ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ ഡോക്ടറെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനെതിരെ അന്ന് മുതൽ വലിയ പ്രതിഷേധത്തിലായിരുന്നു സർക്കാർ ഡോക്ടർമാരുടെ സംഘടന. ഇപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പിലൂടെ തന്നെ ആ ഒരു പ്രതിഷേധം അവർ അറിയിച്ചിരിക്കുകയാണ്. അതായത് 25 വേദികളിലും ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരിക്കില്ല, നിസ്സഹകരണ സമരത്തിലാണ് തങ്ങളെന്ന വിശദീകരണമാണ് ഒരു വാർത്താക്കുറിപ്പിലൂടെ KGMO അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അവർ നിസ്സഹകരണം തുടരും. ഈ ഡ്യൂട്ടിയിൽ നിന്ന് അംഗങ്ങൾ വിട്ടുനിൽക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് ഈ ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും ഈ ഡോക്ടർമാർ എന്തായാലും ഈ ഒരു കത്ത് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കലോത്സവ വേദികളിൽ സർക്കാർ ഡോക്ടർമാരുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പല ഘട്ടങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ആവശ്യമായി വരും. പക്ഷേ അപ്പോൾ ഇത്തരത്തിലൊരു നിസ്സഹകരണം എത്രത്തോളം ശരിയായ തീരുമാനമാണ് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടാകുമോ, ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എസ് കെ. താങ്ക് യു എം ജി പ്രതീഷ്.